Hey friends, welcome back to Kanz. This is Sajith Sajeev and you're watching the Tech Reviews. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് AC പവർ സോക്കറ്റ് ആണ്. അത് സോണോഫിൻ്റെ S20 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഈ സ്മാർട്ട് സോക്കറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഹോം ഓട്ടോമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ന് പറയാം. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഉപകരണം ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ ഇതുപോലൊരു ഡിവൈസ് ഘടിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആമസോൺ അലക്സയും ഗൂഗിൾ അസിസ്റ്റും ഇതിൽ എനേബിൾഡ് ആണ്. ഈ രണ്ട് സർവീസും എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിവൈസ് വോയിസ് കമാൻഡ് വഴി കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലോഡ് 220 വോട്ട്സ് 10 ആമ്പാണ്. അപ്പോൾ 10 ആമ്പിന് താഴെയുള്ള ഏത് ഡിവൈസ് വേണമെങ്കിലും നമുക്ക് ഇതുവഴി യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ കട്ടി കൂടിയ നല്ല ഭംഗിയുള്ള ഒരു ബോക്സിലാണ് ഈ ഡിവൈസ് അവർ തന്നിട്ടുള്ളത്. സോണോഫിൻ്റെ ഡിവൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സോണോഫ് ഒരു ചൈനീസ് ബ്രാൻഡാണ്. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ചെറിയ ഡിവൈസാണ് ഞാൻ ഈ പറഞ്ഞ സോണോഫിൻ്റെ പവർ സോക്കറ്റ്. നമ്മൾ ഈ ഡിവൈസ് പർച്ചേസ് ചെയ്തത് ദുബായിൽ നിന്നായതുകൊണ്ടാണ് നമുക്ക് ദുബായിൽ ഉപയോഗിക്കുന്ന മോഡൽസ് പിൻ സോക്കറ്റ് കിട്ടിയത്. നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ മോഡൽ സോക്കറ്റ് തന്നെ നമുക്ക് കിട്ടും. അതിന് തൊട്ട് താഴെയായിട്ട് സോണോഫ് എന്നുള്ള ബ്രാൻഡിങ്ങും അതിന് താഴെയായിട്ട് ഒരു പവർ ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട്. ഈ പവർ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ചുറ്റുമായിട്ട് ഒരു ചെറിയ LED ലൈറ്റ് കാണാം. ഈ ലൈറ്റാണ് നമ്മളുടെ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ. മാത്രമല്ല നമ്മളുടെ ഈ പവർ ഓൺ ഓഫ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ഡിവൈസ് നെറ്റിലേക്ക് പെയർ ചെയ്യാൻ വേണ്ടി ഒരു പെയറിംഗ് മോഡിലേക്ക് മാറും. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ മോഡൽ നമ്പറും സോണോഫ് S20 UK എന്നാണ്. അതായത് സോണോഫ് S20 UK സ്റ്റൈൽ പിന്നായതുകൊണ്ടാണ് സോണോഫ് S20 UK എന്ന് എഴുതിയിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 90 to 250 വോൾട്ട് ആണ്. മാക്സിമം ലോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് 2200 വോട്ട്സ് അല്ലെങ്കിൽ 10 ആംപിയർ. ചൈനീസ് ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലുമായിട്ടുള്ള ഒരു യൂസർ മാനുവലാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ ഡിവൈസ് 2.4 GHz ബാൻഡ് വിത്തിലുള്ള വൈഫൈ നെറ്റ്വർക്കുമായിട്ട് മാത്രമേ കണക്റ്റ് ആവൂ. ഈ ഡിവൈസ് എന്നല്ല, ഇതുപോലുള്ള മിക്ക സ്മാർട്ട് ഡിവൈസുകളും 2.4 GHz മാത്രമേ ബാൻഡ് വിത്തിൽ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഇവിടെ കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈസ് നമ്മുടെ മൊബൈലിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡിവൈസ് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതൊരു പവർ സോക്കറ്റിലേക്ക് കൊടുക്കുന്നു. പവർ സോക്കറ്റിന് വേണ്ടി നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ഈ എക്സ്റ്റേണൽ പവർ ബാങ്ക് ആണ്. അപ്പോൾ ഈ പവർ ബാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ മുകളിലുള്ള ലിങ്ക് ഒന്ന് പോയി സെർച്ച് ചെയ്താൽ മതി. നമ്മളിപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഈ പ്ലഗ് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഇത് കണക്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ഒരു ഗ്രീൻ കളർ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ള ഈ യൂസർ മാനുവലിൽ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമുക്കിതൊന്ന് പെയർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്രീൻ ലൈറ്റ് ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EV ലിങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി EV ലിങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു, അത് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഒരു പ്ലസ് ബട്ടൺ അതിലേക്കൊന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ക്വിക്ക് പെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ക്വിക്ക് പെയറിംഗ് എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ വൈഫൈ നെയിം, ഏത് വൈഫൈയിലാണോ നിങ്ങളുടെ മൊബൈൽ കണക്റ്റഡ് ആയിട്ടുള്ളത് അതിൻ്റെ നെയിം അവിടെ കാണാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, 2.4 GHzലാണോ ഈ നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്കുമായിട്ട് മൊബൈൽ കണക്റ്റ് ആയിട്ടുള്ളതെന്ന്. അതിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഇതിൽ കാണിക്കുന്നത് ട്രൈ ടു കണക്ട് ദ ഡിവൈസ് 2 minutes 55 seconds വെയിറ്റിംഗ്. അപ്പോൾ നമ്മളുടെ ഡിവൈസ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡിവൈസിനൊരു പേര് കൊടുക്കാം. ഡിവൈസിനുള്ള പേര് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ടെസ്റ്റ്. ഡിവൈസിനുള്ള പേര് ഞാൻ കൊടുത്തത് ടെസ്റ്റ് ലാമ്പ് എന്നാണ്. എന്നിട്ട് കംപ്ലീറ്റ് കൊടുക്കുക.
അപ്പം device is connecting with Wi-Fi. It might take few minutes to go online. Please wait for a moment. അപ്പോൾ ടെസ്റ്റ് ലാമ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലാമ്പിൻ്റെ പ്ലഗ് നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അത് കണക്ട് ചെയ്തപ്പോൾ തന്നെ അത് ഓണാണ്. അപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷനിലെ സ്വിച്ചിൽ ഓണും ഓഫും ചെയ്യാം. ഇപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് ഓൺ ആവുന്നതായിട്ട് കാണാം. പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫ് ആവുകയും ചെയ്യും. മാത്രമല്ല ഞാനിതിപ്പോൾ എൻ്റെ ആമസോൺ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഡിവൈസ് കണക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, ഒരു ഡിവൈസ് ആമസോൺ അക്കൗണ്ടിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട് എന്ന്. ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ഈ ഡിവൈസ് ടെസ്റ്റ് ലാമ്പ് എന്നുള്ള പേരിൽ നമ്മുടെ ആമസോണിലും EV ലിങ്ക് അക്കൗണ്ടിലും ആഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് വോയിസ് കൺട്രോളിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മൊബൈലിലും ടെസ്റ്റ് ചെയ്യാം, ആമസോൺ എക്കോ ഡിവൈസിലും പറയാം. അപ്പോൾ ഞാൻ ഈ മൊബൈലിൽ ആമസോൺ വോയിസ് കൺട്രോളിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അലക്സ സ്വിച്ച് ഓഫ് ടെക്സ്റ്റ് ലാമ്പ്. അങ്ങനെ പറയുമ്പോഴത്തേനും അത് ഓഫായി. ഒന്നുകൂടെ നമുക്ക് നോക്കാം. അലക്സ സ്വിച്ച് ഓൺ ടെസ്റ്റ് ലാമ്പ്. നമുക്ക് ഇതിൻ്റെ വേറെയുള്ള ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ താഴെ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്തിന് ഓണും ഓഫും ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്യാം. അത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെ എല്ലാ ആഴ്ചയിലും കൊടുക്കാം. അങ്ങനെയുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ടൈമറുണ്ട്. ടൈമർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്ര നേരം കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്യണമെന്നുള്ള ടൈമറുണ്ട്. അതുപോലെയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2200 വാട്ട്സിന് താഴെയുള്ള എന്ത് ഡിവൈസ് വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് ഈ ഡിവൈസ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോണോഫിൻ്റെ S20 എന്ന് പറയുന്ന ഈ വൈഫൈ സ്മാർട്ട് പവർ സോക്കറ്റ് എവിടെ നിന്ന് വാങ്ങാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ലിങ്ക് ഞാൻ നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ പോയി നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. സോണോഫിന് ഈ ഒരു ഡിവൈസ് മാത്രമല്ല, സോണോഫ് എന്ന് പറയുന്ന കമ്പനി ഹോം ഓട്ടോമേഷൻ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ടൈപ്പ് ഡിവൈസുകളും അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള കൂടുതൽ സോണോഫിൻ്റെ ഡിവൈസുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ നമ്മളുടെ ചാനൽ വഴിയെ നിങ്ങൾക്ക് കാണാം. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള അടിപൊളി കിടിലം വീഡിയോകളുമായി വരുന്നവരെ ദിസ് ഈസ് സജീത് സൈനിങ് ഓഫ്. Bye bye.